കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാലോ? അത് സാധൂകരിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനം വിവിധ മേഖലകളിൽ തീവ്രമായി ബാധിക്കുന്നതായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പല രീതിയിലും കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിക്കുമെന്ന പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. കടുത്ത ചൂടും തണുപ്പും അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥകൾ കുട്ടികളുടെ 1.5 വർഷത്തെ സ്കൂൾ ദിനങ്ങൾ വരെ നഷ്ടപ്പെടുത്തിയേക്കാം എന്നാണ് UN റിപ്പോർട്ട് പറയുന്നത്. വരുമാനം കുറഞ്ഞ രാജ്യങ്ങളിൽ പലതിലും കാലാവസ്ഥാ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിരവധി പഠന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടെ കുറഞ്ഞത് 75% തീവ്ര പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ സ്കൂൾ അടച്ചിട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1969നും 2012നും ഇടയിൽ 29 രാജ്യങ്ങളിലെ ജനസംഖ്യയും കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങളും സംബന്ധിച്ച് നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇതിന് ആധാരം. ഇതനുസരിച്ച് വർദ്ധിച്ച ചൂട് തെക്കുകിഴക്കൻ ഏഷ്യയിൽ വിദ്യാർത്ഥികളുടെ പഠന മികവിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉയർന്ന താപനില ചൈനയിൽ വിദ്യാർത്ഥികളുടെ പരീക്ഷയിലെ മികവിനെ വരെ ബാധിച്ചു. വികസിത രാജ്യമായ അമേരിക്കയിലും ഉയർന്ന താപനില വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാലാവസ്ഥാ സംബന്ധമായ ദുരന്തങ്ങൾ സ്കൂൾ ദിനങ്ങളെ ബാധിക്കുന്നതിനൊപ്പം സ്കൂളുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. 2013 പ്രളയത്തിൽ ജക്കാർത്തയിൽ സ്കൂളുകൾ നശിച്ചതിന് ഒപ്പം തന്നെ പല സ്കൂളുകളും ക്യാമ്പുകളായിട്ടാണ് പിന്നെ പ്രവർത്തിച്ചത്. പ്രളയത്തിൽ സ്കൂളുകൾ തകർന്ന സംഭവത്തിനൊപ്പം കുട്ടികളുടെയും അധ്യാപകരുടെയും മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ കാലാവസ്ഥാ സംബന്ധമായ ഉയർന്ന ഭീഷണി നേരിടുന്നതായി 33 രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുനെസ്കോയുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് സംഘവും മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ക്ലൈമറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റും കാനഡയിലെ ഒരു യൂണിവേഴ്സിറ്റിയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത്. കേരളത്തിൽ ഈ അവസ്ഥ ഇപ്പോൾ അന്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം വരുത്തിവെക്കുന്ന ശക്തമായ മഴയും പ്രളയവും പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ എല്ലാ വർഷവും നാം നേരിടുന്നുണ്ട്. അതിന്റെ ഫലമായി ദീർഘനാളായി സ്കൂളുകൾ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത് ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇന്ന് ലോകം നേരിടുന്ന വലിയ ഭീഷണികളിൽ ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇതിന്റെ ഫലമായി ഒരു അപൂർവമായ പ്രതിസന്ധി നേരിടുന്ന ഒരു ദ്വീപ് രാഷ്ട്രത്തെപ്പറ്റി നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പസഫിക്കിലെ ദ്വീപ് രാഷ്ട്രമായ ടുവാലു ആണത്. ഈ വർഷം മുതൽ ടുവാലു നിവാസികൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റം തുടങ്ങുകയാണ്. ഓസ്ട്രേലിയ ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക വിസ സംവിധാനമാണ് ഇതിന് വഴിയൊരുക്കിയത്. ഏകദേശം 5000-ലധികം ആളുകളാണ് ഈ വിസയ്ക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. എല്ലാ വർഷവും 280 ടുവാലുക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റം നടത്താനാണ് അവസരം. ആകെ 11,000 പേരാണ് ടുവാലുവിൽ താമസം. എന്താണ് ടുവാലു നേരിടുന്ന ഭീഷണി? ഓസ്ട്രേലിയയ്ക്കും ഹവായിക്കും ഇടയ്ക്കുള്ള സമുദ്രമേഖലയിലാണ് ടുവാലു സ്ഥിതി ചെയ്യുന്നത്. 9 ദ്വീപുകളാണ് ഈ രാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓരോ ദ്വീപിനെയും ചുറ്റി പവിഴപ്പുറ്റുകളുമുണ്ട്. ടുവാലുവിന്റെ ഏറ്റവും ഉയർന്ന ബിന്ദു സമുദ്രനിരപ്പിൽ നിന്ന് 4.5 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ടുവാലുവിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് വെറും 2 മീറ്റർ മാത്രമാണ്. ഇതാണ് പ്രധാന പ്രതിസന്ധിയും. പ്രളയം, കടലാക്രമണം തുടങ്ങിയവയ്ക്കുള്ള സാധ്യത ഇവിടെ ഏറെയാണ്. 2050 കഴിയുന്നതോടെ ഈ രാജ്യത്തെ ഭൂരിഭാഗം നിർമ്മിതികളും സമുദ്ര ഭീഷണിയിലാകുമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കടൽജലം, ജലവിതരണത്തെയും ശുദ്ധജല സംഭരണികളെയും ഒക്കെ ഭീഷണിയിലാക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം സ്വന്തം നാട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ ഭൂമിയിലെ ഭാവി ജീവിതത്തെ ആശങ്കയിൽ ആക്കുന്നുണ്ട്.